ചെറിയ റമദാൻ വ്ലോഗാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചത് ഇത് വോയിസ് ഓവർ ഒന്നും കൊടുക്കാണ്ട് ജസ്റ്റ് മൈൽഡായിട്ടുള്ളൊരു മ്യൂസിക് മാത്രം വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാമെന്നാണ്. അങ്ങനെ ആകുമ്പം നല്ല രസമാണല്ലോ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാനിതുവരെ അത് ചെയ്ത് നോക്കാത്തതുകൊണ്ട് എനിക്കൊരു ഡൗട്ടായിരുന്നു നന്നാവില്ലേന്ന്. അപ്പോൾ ഏതായാലും നിങ്ങളോടുകൂടി അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അടുത്ത പ്രാവശ്യം അങ്ങനെ ചെയ്ത് നോക്കിയാലോ? നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻറ്റിൽ പറയണേ. ഈ ഒരു വ്ലോഗിൽ ഞാൻ ജസ്റ്റ് നമ്മൾ അത്താഴത്തിന് എണീക്കുന്നത് മുതൽ പിന്നെ മഗ്‌രിബ് ആയിട്ട് നോമ്പ് തുറക്കുന്ന വരെയുള്ള കാര്യങ്ങളൊന്ന് ചെറുതാക്കിയിട്ട് കാണിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ എണീച്ച് തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. തഹജ്ജുദ് നിസ്കരിച്ച് കുറച്ചൊന്ന് ഖുർആൻ ഓതിയിട്ട് പിന്നെ അത്താഴമൊക്കെ കഴിക്കുകയാണ് ചെയ്യുന്നത്. അത്താഴം കഴിച്ച് കഴിഞ്ഞിട്ട് സുബഹി നിസ്കരിച്ച് ഒന്ന് കിടന്നിട്ട് എണീക്കുകയാണ്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുക. എന്നാലും ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എണീക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടൈമൊന്നുമില്ല. ക്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ 7:00 അന്നേരമാണ് എണീക്കുക. അല്ലെങ്കിൽ ഉണരുന്ന ആ ഒരു ടൈമിന് തന്നെ ഇങ്ങോട്ട് എണീക്കും. ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു കറക്റ്റായിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു വീഡിയോ തന്നെ ഞാൻ കുറേ ദിവസമായി എടുക്കണമെന്ന് വിചാരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഒരു റമദാൻ വ്ലോഗ് ഇട്ടീനല്ലോ, പീരീഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്തീനല്ലോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിക്കുന്നതാണ് ഈ ഒരു വ്ലോഗ് എടുത്തിട്ട് ചെയ്യണമെന്ന്. പക്ഷേ ക്ലാസ്സുള്ളതുകൊണ്ട് ടൈം കിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ഒരു ടൈം കിട്ടിയാലും ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു വ്ലോഗ് ഇട്ട സമയത്ത് ഞാൻ അതിൽ യൂസ് ചെയ്തിട്ടുള്ള വാട്ടർ ബോട്ടിലും പിന്നെ അതിൻ്റെ ഗ്ലാസ് ജാറും ഒക്കെ അതിൻ്റെയൊക്കെ ലിങ്ക് ചോദിച്ചിട്ട് ഓരോരുത്തർ കമൻറ്റ് ഇട്ടിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആരും കണ്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ അതിന് തന്നെ കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ ലിങ്ക് കിട്ടും. അല്ലെങ്കിൽ ഞാൻ ആ കമൻസിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, അതിൽ നോക്കിയാലും മതി. പിന്നെ ഞാൻ മോർണിംഗ് റൂട്ടീനാണ് ചെയ്യുന്നത്. ഈ കൊല്ലത്ത് നമ്മളെ വിഷൻ ബോർഡ് ഉണ്ടാക്കിയ ടൈമിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ സ്കിൻ കെയർ ഒക്കെ ഒന്ന് നല്ലോണം ചെയ്യണമെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. ഈ കൊല്ലം തുടങ്ങിയിട്ടിപ്പം 2-3 മാസമായല്ലോ. ഈ ഒരു മാസമാണ് ഞാൻ ഇപ്പോൾ നല്ലോണം ചെയ്യാൻ തുടങ്ങുന്നത്. ജനുവരി ഫെബ്രുവരി ഒന്നും ഞാൻ ചെയ്തില്ല. എന്തായാലും ഇത് ഞാൻ വിഷൻ ബോർഡിൽ സെറ്റ് ചെയ്ത് വെച്ചതിനോണ്ട് എന്തായാലും ഈ മാസം തന്നെ ഇനി ഡിലേ ആക്കാണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കൺസേണും പിന്നെ കുറച്ച് പ്രോഡക്റ്റൊക്കെ അനലൈസ് ചെയ്തിട്ട് കുറച്ച് സാധനം വാങ്ങി. സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമാക്കോൻ്റെതും പിന്നെ മോയ്സ്ചറൈസറും ക്ലെൻസറും സെറ്റഫിലിൻ്റെതും പിന്നെ ഈ ഒരു സിറം വരുന്നത് ഡീകൺസ്ട്രക്റ്റിൻ്റെ ആണ് കേട്ടോ. ഇത് മോർണിംഗ് റുട്ടീനാണ്. നൈറ്റ് റുട്ടീനിൽ ഞാൻ വൈറ്റമിൻ സി സിറമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ടു ഡു ലിസ്റ്റ് ചെയ്താണ് ഈ വീഡിയോയിൽ റെക്കോർഡ് ചെയ്യേണ്ട കാര്യങ്ങളും പിന്നെ ആ ഒരു ഡേയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങളെന്നൊക്കെയാണ് ടു ഡു ലിസ്റ്റിൽ എഴുതുന്നത്. ടു ഡു ലിസ്റ്റ് എഴുതുമ്പോൾ നമ്മൾ എന്തായാലും അതിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ചെയ്യാൻ നോക്കും. നമ്മളെ കൊണ്ട് മാക്സിമം പറ്റുന്ന പോലെ നോക്കും. എന്തായാലും ഇത് നമ്മളെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റുന്നുള്ളൊരു മാർഗ്ഗമാണ്. ഇതിൻ്റെ അനുഭവത്തിൽ നിന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. കാരണം ഇതിൽ ഇങ്ങനെ എഴുതിയിട്ട് വെക്കുമ്പം ബാക്കി ചെയ്തില്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ബാഡ് ഫീലിംഗ്, അത് ഞാൻ ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള. ഇതൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ വെറുതെ നിൽക്കുകയാണെങ്കിൽ ആ ഒരു ദിവസം മൊത്തത്തിൽ ബ്ലാങ്ക് ആയിരിക്കും. ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. എന്തെങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള മൈൻഡിലുണ്ടാവും, പക്ഷെ ഒന്നും ചെയ്യേയില്ല. എന്നിട്ട് മൊത്തത്തിലൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. അങ്ങനെ ടു ഡു ലിസ്റ്റൊക്കെ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബുള്ളറ്റ് ജേർണലാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു ബുള്ളറ്റ് ജേർണലും നമ്മളൊന്ന് ഓർഗനൈസ് ആകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ നമ്മളൊരു ദിവസം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനനുസരിച്ച് ടിക്കറ്റ് വെക്കുക. പിന്നെ നമ്മൾ എന്തെങ്കിലും ഗോൾസ് ഉണ്ടെങ്കിൽ എഴുതി വെക്കുക. ഇപ്പോൾ ഒരു വീക്ക്ലി പ്ലാനർ ഉണ്ടാക്കുക. ആ ഒരു വീക്കിൽ എന്തൊക്കെ ചെയ്ത് വെക്കണം എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു ടു ഡൂസ് ചെയ്യുന്ന മാതിരി ടു ഡൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ദിവസം മാത്രമല്ലേ ചെയ്യുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഒരു വീക്കിലേക്കും ഒരു മന്തിലേക്കും ഒക്കെ ഉള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കാം. ഞാനിതൊക്കെ ഈ ഒരു കൊല്ലമാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 2025 നിങ്ങളും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ഇപ്പോഴും സമയം വൈകിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ബുള്ളറ്റ് ജേർണൽ നമ്മൾ DIY ആക്കി ഉണ്ടാക്കുന്ന വീഡിയോസും പിന്നെ ഈ സ്പ്രെഡ് ഡിസൈൻ ചെയ്യുന്ന വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് കുറേ ജേർണലിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയാൽ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടും. എനിക്ക് വരുന്ന ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യാനും പിന്നെ അതിൻ്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ ആണല്ലോ വരുന്നത്, അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനുണ്ട്. ഓഫേഴ്സൊക്കെ ഇടാണ്ട് ഹെന്ന കോൺസിൻ്റെ ഓഫേഴ്സ്. അപ്പം ഞാൻ കോൺസ് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പെരുന്നാളിലേക്ക് നിങ്ങൾക്കൊക്കെ കോൺസ് വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. എൻ്റെ ക്രാഫ്റ്റ് ഓഫ് ഐഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ ക്രാഫ്റ്റിൻ്റെ അക്കൗണ്ടാണ്. അയാഫ് ഹെന്ന എന്നാണ് എൻ്റെ ഹെന്നൻ്റെ അക്കൗണ്ടിൻ്റെ പേര്. അതിൽ മെസ്സേജ് അയച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ നമ്പർ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം, അതിൽ മെസ്സേജ് അയച്ചാലും മതി. നെയിൽ കോണും ഹാൻഡ് കോണും സ്റ്റെൻസിലും ഒക്കെ അവൈലബിൾ ആണ്. സ്റ്റെൻസിൽ ലിമിറ്റഡ് ആയിട്ടുള്ളതേ ഉള്ളൂ. നെയിൽ കോണും ഹാൻഡ് കോണും ഒക്കെ എത്ര ആണെങ്കിലും ഉണ്ട്.
പിന്നെ വരുന്നത് ഖുർആൻ ജേർണലിംഗ് ആണ്. ഞാൻ ഈ ഒരു ബുക്കിൻ്റെ പിക്ക് കഴിഞ്ഞ വ്ളോഗിൽ തംബ്നെയിലാക്കി വെച്ചിരുന്നു. അപ്പോൾ ഒരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കുമെന്ന്. ഇതിൽ ഞാൻ ഒരു സൈഡിൽ ഖുർആൻ ജേർണലിങ്ങും മറ്റേ സൈഡിൽ റമദാൻ പ്ലാനറും ആണ് ചെയ്തത്. മറ്റേ സൈഡിൽ റമദാൻ പ്ലാനർ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ റമദാൻ പ്ലാനർ എന്തായാലും ഒരു 3-4 പേജേ ഉണ്ടാവുള്ളൂ, കുറച്ച് പേജസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനായിട്ടൊരു ബുക്ക് വാങ്ങിയിട്ട് ചെയ്താൽ പിന്നെ ബാക്കി പേജസൊക്കെ വേസ്റ്റ് ആവില്ല. അപ്പോൾ അതിനുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഖുർആൻ ജേർണലിങ്ങിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അധികവും റമദാൻ പ്ലാനറിനെ പറ്റി സെർച്ച് ചെയ്യുമ്പോൾ കാണൽ ഓരോരുത്തരും വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതിനേക്കാളും നല്ലത് നമ്മൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത് നമുക്കെല്ലാം അറിയാം. അപ്പോൾ ഓതുന്നതാണെങ്കിലും നിസ്കരിക്കുന്നതാണെങ്കിലും അതൊക്കെ നമുക്ക് അറിയും പോലെ വേറെ ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഖുർആൻ ഓതുന്നതും നിസ്കരിക്കുന്നതും ഒക്കെ ഇതിലിങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെയും ചെയ്യാനുള്ളൊരു പ്രചോദനമായിരിക്കും. പിന്നെ ഇതിൻ്റെ മറ്റേ സൈഡിൽ ഖുർആൻ ജേർണലിംഗ് ആണ്. അപ്പോൾ ഖുർആൻ ജേർണലിംഗ് ഞാൻ ഫാത്തിഹേൻ്റെ ആണ് ഇതിൽ ചെയ്യുന്നത്. ഫാത്തിഹേൻ്റെ ജേർണലിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ചെയ്തതിനാണ്. പിന്നെ അതിൽ കുറച്ച് ഡിസൈനിങ് ഒക്കെ ചെയ്യാണ്ട്, ജസ്റ്റ് കളറൊക്കെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. ഖുർആൻ ജേർണലിംഗ് എന്താണ്, അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, അതിൻ്റെ റെഫറൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കിട്ടുക എന്നുള്ള വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഖുർആൻ ജേർണലിങ്ങിനെ പറ്റിയിട്ട് ഈ റമദാൻ്റെ ഒരാഴ്ച മുന്നാണ് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അതിൽ ഞാൻ ലാസ്റ്റിലേക്ക് ഫാത്തിഹേൻ്റെ ജേർണലിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. അതിൽ ജസ്റ്റ് ഒരു ഇത് മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഫാത്തിഹേൻ്റെത് മാത്രമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ എന്തായാലും ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. പിന്നെ ഇന്ന് ഇഫ്താറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് യൂട്യൂബിലും പിൻട്രസ്റ്റിലും ഒക്കെ സെർച്ച് ചെയ്തപ്പോൾ ഞാൻ പാസ്തൻ്റെ റെസിപ്പി കണ്ടിരുന്നു. അപ്പം അത് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പാസ്തയും അതിന് വേണ്ടിയിട്ടുള്ള ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്ത് പോകണം. പിന്നെ ഇന്നെന്തെങ്കിലും ഒരു പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലേ കൊണ്ട് ചെറിയൊരു ഫോട്ടോ ഹോൾഡർ ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഖുർആൻ ജേർണലിങ്ങിൻ്റെത്. അതിലവിടെയും ഇവിടെയൊക്കെ കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്യാനും പിന്നെ ചില ഭാഗങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനും ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ ഈ ഖുർആൻ ജേർണലിങ് അധികവും നൈറ്റിലോ അല്ലെങ്കിൽ ഏർലി മോർണിംഗിലൊക്കെ ചെയ്യാനാണ് നോക്കൽ. അതാകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി പീസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടൈം. ഈ ഖുർആൻ ജേർണലിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഖുർആനെ പറ്റി കൂടുതൽ അറിയാൻ പറ്റും കേട്ടോ. ഇതിപ്പം ജസ്റ്റ് നമ്മളൊരു സൂറത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിലുപരി എന്താ പറയുക, അതിൽ ഒളിഞ്ഞെടുക്കുന്ന ഡീപ്പായിട്ടുള്ള മീനിങ് നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റും. ഖുർആനിലൊരു ആയത്തെടുത്ത് അതിൻ്റെ മലയാള അർത്ഥം നോക്കുമ്പോൾ നമുക്കൊരു അതിൻ്റെ ചെറിയൊരു ഭാഗം മീനിങ് മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ ജേർണലിങ് ചെയ്യുമ്പം അതിൽ എന്താ പറയുക, ഞാനൊരു സൈറ്റൊക്കെ പറഞ്ഞു തന്നില്ലേ, അതിൽ കയറിയിട്ട് അതിൽ കൊടുക്കുന്ന റെഫറൻസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്കിതിനെപ്പറ്റി കൂടുതൽ അറിവ് കിട്ടും. അങ്ങനെ നമുക്ക് ആ ഒരു ആയത്തിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു തരത്തിൽ പറഞ്ഞാൽ ഖുർആൻ പഠിക്കുക തന്നെയാണിത്. ഇത് നമ്മൾ ചെയ്യുന്നതിലൂടെ ഇപ്പോൾ നമ്മൾ അർത്ഥം നോക്കി ഈ ഒരു ആയത്ത് പഠിച്ച് എഴുതിയതായി വരുമ്പോഴേക്കും നമ്മൾ എന്തായാലും ആ ഒരു സൂറത്ത് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ ഒക്കെ നമ്മൾ ഈ ഒരു സൂറത്ത് ഓതുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് നമ്മുടെ മൈൻഡിലേക്ക് വരും. അപ്പോൾ നിസ്കാരത്തിൽ ശ്രദ്ധക്കുറവൊക്കെ മാറിക്കിട്ടും. എന്തായാലും ഈ ഒരു റമദാനിൽ എല്ലാവരും ഈ ഖുർആൻ ജേർണലിങ് ചെയ്യാൻ നോക്കുക. എല്ലാവരും ചെറിയ ചെറിയ സൂറത്തിൽ തുടങ്ങിയാൽ മതി. വലിയ സൂറത്തൊന്നും ആലോചിക്കുമ്പോഴേ നമുക്ക് പേടിയായിരിക്കും, ഇതൊക്കെ എല്ലാം കൂടി നമ്മൾക്ക് തീർക്കാനാവില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ചെറിയ ചെറിയ സൂറത്തൊന്നും തുടങ്ങിയാൽ മതി.
ജേർണലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഞാൻ പറഞ്ഞില്ലല്ലോ ക്ലേ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന്, ഫോട്ടോ ഹോൾഡർ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അതിനുള്ള പരിപാടി നോക്കാം. ഞാനിവിടെ ഈ ഒരു ക്ലേ എയർ ടൈറ്റ് ബാഗിലാക്കിയിട്ടാണ് വെച്ചത്. ഇതിപ്പോൾ ഞാൻ കുറേ കാലമായി വാങ്ങി വെച്ചിട്ട്. ഇതിനു മുമ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കേട്ടോ, അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ് എടുക്കുക. ഇത് ചെറിയൊരു ഫോട്ടോ ഹോൾഡറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു എമൗണ്ട് മതി. ഇതിപ്പം കുറേ കാലം എടുത്തുകൊണ്ട് നല്ല ഹാർഡായി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമാക്കിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊണ്ടുവരാണ്. ഇനി ഇങ്ങനെ ഒരു ഷേപ്പിലാക്കി കൊണ്ടുവരാം. ഞാനൊരു എൻവലപ്പിൻ്റെ മോഡലാണ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പം ഈ ഒരു സ്ക്വയർ ഷേപ്പിലാക്കിയിട്ട് ആദ്യം റെഡിയാക്കി എടുക്കാം. പിന്നെ ഞാൻ ഈ ഒരു കത്തി യൂസ് ചെയ്തിട്ട് എക്സ്ട്രാ ഭാഗങ്ങൾ, അതായത് പൊന്തിയൊക്കെ കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിനെ എൻവലപ്പിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഈ ട്രയാങ്കിൾ മാതിരി വരച്ചിട്ട് ബാക്കി എക്സസ് ഭാഗം താഴോട്ട് ഇങ്ങനെ കാർവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പം ഇത് ശരിക്കും ഒരു എൻവലപ്പിൻ്റെ ലുക്കിലായി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ കണ്ടാൽ മനസ്സിലാവും. ഇനി നമ്മളിത് ഫോട്ടോ ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് വെക്കണമല്ലോ, അപ്പോൾ മുകളിലൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ ഫോട്ടോ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കത്തി യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഹോളല്ല, ഒരു എന്താ പറയുക, ഒരു പാർട്ടീഷൻ ചെയ്ത് കൊടുക്കുക അങ്ങോട്ട് രണ്ട് ഭാഗവും. ഇതിൻ്റെ ട്യൂട്ടോറിയൽ നമ്മൾ ടേബിൾ മേക്ക് ഓവറിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ടേബിൾ മേക്ക് ഓവറിൻ്റെ ആ ഒരു ടൈമിൽ ചെയ്തെടുത്ത ബോക്സാണിത്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കൂടി ഖുർആൻ ഓതുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ക്ലാസ് പോകാനുള്ളതുകൊണ്ട് എനിക്ക് എപ്പോഴും ഓതാൻ പറ്റില്ല. അപ്പം ഈ ഒരു ഗ്യാപ്പ് കിട്ടുന്ന നേരം ഞാൻ കുറച്ചായിട്ട് ഓതലാണ്. പിന്നെ രാവിലത്തെ ഷോർട്സ് കാണിച്ചു തന്നിട്ടുള്ള മുല്ലുണ്ട്, അതിവിടെ ഉണ്ടായതാണ്. അപ്പോൾ ഞാൻ അത് കുറച്ച് പറിച്ചെടുത്തിട്ട് ഇതുപോലെ ഈ ഒരു മാല മോഡലാക്കിയിട്ട് തല ചൂടുന്നുണ്ട്. പിന്നെ ഇനി എനിക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകണം. പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം വാങ്ങാൻ പോവാണ്. പിന്നെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, അത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ നോക്കി, പക്ഷേ ഇവിടെ പാസ്ത വെച്ചുള്ള ബാക്കി എല്ലാ സാധനവും ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള ചേച്ചിമാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത്രയും കാലം ഉണ്ടായതിനും അത് സ്റ്റോക്ക് ഔട്ട് ആയതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ പിന്നെ പാസ്തൻ്റെ പ്ലാനൊക്കെ മാറ്റി വേറൊരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തംബ്നെയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മുട്ട ബജി ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഈ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് 5 കോഴിമുട്ട എടുത്തിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഏതായാലും മുട്ട ബജീൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. പാസ്തൻ്റെ നമുക്ക് വേറൊരു ദിവസത്തെ വീഡിയോയിൽ ചെയ്യാം. അങ്ങനെ ഈ ഒരു 5 മുട്ട പുഴുങ്ങിയെടുത്ത് അതിന് ശേഷം തോലൊക്കെ പൊളിച്ചിട്ട് നല്ല സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുരുമുളക് പൊടി ഇടുമ്പം അതിനൊരു ടേസ്റ്റ് കൂടുമെന്നാണ് പറയുന്നത്. ഞാൻ കണ്ട വീഡിയോസിൽ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും അത് തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുരുമുളക് പൊടിയൊക്കെ ആദ്യം അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ
പക്ഷേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുരുമുളക് പൊടി വിതറിയിട്ട് ടേസ്റ്റ് കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നിക്ക്. അങ്ങനെ പിന്നെ കുറച്ച് കടലപ്പൊടി, ഈ ഒരു കപ്പിന് 3/4 കപ്പ് കടലപ്പൊടിയും പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ചൊരു അരിപ്പൊടി, പിന്നെ ഒരു ഇത്തിരി അപ്പക്കാരം, ബേക്കിംഗ് സോഡ, പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടെടുക്കുക. സംഭവം ഇത് എളുപ്പമാണ് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് ഭയങ്കര പണിയുള്ള പണിയാണെന്ന്. അപ്പം ചെയ്ത് നോക്കിയപ്പോഴാണ് വലിയ പണിയൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തിട്ടെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ മുട്ട ബജി എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. നമ്മൾ എല്ലാം കൂടി ഒഴിക്കുമ്പം ചിലപ്പം ഈ ഒരു മാവ് കൂടുതൽ ലൂസായി പോകും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലോണം പൊരിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെ ഈ ഒരു പാകത്തിലായി വരുന്നത് വരെ നമ്മൾ വെള്ളമാക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് വെളിച്ചെണ്ണ ഇതാക്കാൻ വെക്കുക. പിന്നെ നമ്മൾ ഇതാക്കി വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ മുകളിലോട്ട് മാവ് കോരി ഒഴിക്കുക. എന്നിട്ട് അടി കൂടി സ്പൂൺ കൊണ്ട് എടുത്തിട്ട് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ പിന്നെ ഏകദേശം ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളറൊക്കെ ആകുന്നത് വരെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ എണ്ണയിലിട്ടിട്ട് ഇതാക്കിയിട്ട് എടുക്കണം. അങ്ങനെ ഫൈനലി നമ്മളെ മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിങ്ങനെ ഈ നല്ലൊരു എസ്തെറ്റിക് ആയിട്ട് നല്ല വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടേബിൾ മേലേക്ക് കൊണ്ടുവന്നതാണ്. പിന്നെ നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. കാരണം മഗ്‌രിബ് വരെയുള്ള കാര്യങ്ങളെ ഞാൻ റെക്കോർഡ് ചെയ്തുള്ളൂ. ഇനി വേറൊരു വ്ളോഗായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അടുത്തത് വോയിസ് ഓവർ ഇല്ലാണ്ട് ചെയ്ത് നോക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ചിലപ്പം ബോറാവുമോ എന്ന് വിചാരിച്ചിട്ട് പിന്നെയും വോയിസ് ഓവർ തന്നെ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.